അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞാനൊരു മൂളിപ്പാട്ടൊക്കെ പാടിയതാണ്, ഇടയ്ക്ക് ഇങ്ങനെ പാടാറുണ്ട് ടൈമിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ സൺസ്ക്രീൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കി അങ്ങനെ വേണം മേടിക്കുക. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ആ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓയിലി സ്കിൻ കോമ്പിനേഷൻ. ഡ്രൈ സ്കിൻ്റെ കാര്യം ഞാൻ പിന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ എന്താ ഒന്നും പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ സ്കിന്നിന് നമുക്ക് വേണ്ടത് തിക്ക് ക്രീമി ടെക്സ്ചറിലുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ സൺസ്ക്രീൻ ആണെങ്കിൽ തിക്ക് ക്രീമി ടെക്സ്ചറുള്ള, അവർക്ക് ഗ്രീസി ആയിട്ട് ഒരിക്കലും ഇപ്പോൾ ഏത് ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും അവർക്ക് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അഫോർഡബിൾ നോക്കുവാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചർ അത് ബെസ്റ്റാണ്. എനിക്ക് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നായതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ വെരി ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന് അത് ഒരു കുഴപ്പമുണ്ടാവില്ല, അടിപൊളിയായിരിക്കും. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ലോങ് വീഡിയോ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കും. പിന്നെ തിക്ക് മോയ്സ്ചറൈസേഴ്സ് തിക്ക് മോയ്സ്ചറൈസേഴ്സ്. പിന്നെ ഉള്ളത് ന്യൂട്രിഡം, അത് ഇച്ചിരി കോസ്റ്റ്ലി സൈഡിലുള്ളതാണ്, എക്സ്പെൻസീവ് സൈഡിലുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് അത് ബെസ്റ്റാണ്. നമുക്ക് ഒരു സൂത്തിങ് സെൻസേഷൻ കിട്ടും അത് അപ്ലൈ ചെയ്യുമ്പോൾ. നമുക്കിപ്പോൾ ഇച്ചിരി ഉള്ള ഫേസ് ആണെങ്കിൽ സൂത്തിങ് ആയിട്ട് തോന്നും. ബിക്കോസ് ഞാനത് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ചൊറിച്ചിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഗ്രീസ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരും. പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇച്ചിങ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ന്യൂട്രിഡാമിൽ യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് എന്താ പറയുക നല്ലൊരു ആശ്വാസം കിട്ടിയായിരുന്നു. എനിക്ക് ഫേസിൽ ഒരു സൂത്തിങ് സെൻസേഷൻ കിട്ടിയായിരുന്നു. അടിപൊളിയാണ് ന്യൂട്രിഡം, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഡ്രൈ സ്കിൻ്റെ കാര്യങ്ങൾ, അതെ ഡ്രൈ സ്കിന്നിന് ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും അവർക്ക് അങ്ങനെ ഗ്രീസ് ചെയ്യില്ല. എന്നാലും നിങ്ങൾ ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പാസ്റ്റേഴ്സ് ചെവിയുടെ പുറകിലോ കയ്യിലോ ഒന്ന് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഒന്ന് ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നോക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പ്രശ്നമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫേസ് ഉപയോഗിച്ചാൽ അതേ പണി മേടിച്ച് വെക്കണം. ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് ഓക്കെ. പിന്നെ അപ്പോൾ അതാണ് മോയ്സ്ചറൈസേഴ്സിൻ്റെ സൺസ്ക്രീനിൻ്റെ ഒക്കെ കാര്യം. ഫേസ് വാഷ് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം. പതയാത്ത ജെൻറ്റിലായിട്ടുള്ള ലൈക്ക് സിമ്പിളുടെ ഫേസ് വാഷ്. സിമ്പിളുടെ എൻ്റെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് റിഫ്രഷിങ്, പിന്നെ മോയ്സ്ചറൈസിങ് ഫേസ് വാഷ്. ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിൽ സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഗ്രീൻ കളർ പാക്കേജിങ് വരില്ല ഫേസ് വാഷ്, പിന്നെ മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിന് അടിപൊളിയാണ്, നല്ല ജെൻറ്റിലാണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷും ഉണ്ട്, ഡെർമ വൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ. അടിപൊളി ഫേസ് വാഷാണ് അത്. അതിൽ ഓട്സും ഉണ്ട്. നല്ല എന്താ പറയുക വാക്കുകളില്ല അതിനെക്കുറിച്ച് പറയാം. പക്ഷേ കോസ്റ്റ്ലിയാണ്. നിങ്ങൾ കോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കുക. ഡെർമ വൈവ് ഹൈഡ്രാ ക്ലെൻസർ അത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പോലെ ബ്യൂട്ടി സെലിബ്രിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. പിന്നെ സിമ്പിൾ